നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. 2.5 ഗ്രാം MDMA-യുമായി 2 പേർ പട്ടാമ്പി പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് കീഴായൂർ സ്വദേശി 23 വയസ്സുള്ള മുഹമ്മദ് ഷഹീൻ, പട്ടാമ്പി സ്വദേശി 23-കാരൻ ഷാഹുൽ ഹമീദ് എന്നിവർ. പ്രതികൾ പിടിയിലാകുന്നത് കഴിഞ്ഞ ദിവസം പട്ടാമ്പി പോലീസ് നടത്തിയ പട്രോളിംഗിനിടെ. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. തൃശൂർ തളിക്കുളത്ത് മത്സ്യബന്ധനത്തിനിടെ തിരയിൽപ്പെട്ട മത്സ്യത്തൊഴിലാളിക്ക് ദാരുണാന്ത്യം. മരിച്ചത് നമ്പിക്കടവിൽ താമസിക്കുന്ന 52 വയസ്സുള്ള സുനിൽകുമാർ. പൈങ്കുളം റെയിൽവേ ഗേറ്റിനു സമീപം റെയിൽവേ ട്രാക്കിൽ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് വള്ളത്തോൾ നഗർ അത്തിക്കപ്പറമ്പ് സ്വദേശി കുഞ്ഞിമുഹമ്മദിന്റെ ഭാര്യ മറിയക്കുട്ടി. തൃശൂർ പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിൽ തീപിടുത്തം. അപകടം നടന്നത് വെള്ളിയാഴ്ച രാവിലെ 8:40-ഓടെ. ചാലക്കുടി, പുതുക്കാട്, തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഒറ്റപ്പാലം അനങ്ങൻമലയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ഒറ്റപ്പാലം സബ് കളക്ടർക്ക് പരാതി നൽകി വിദ്യാർത്ഥികൾ. പരാതി നൽകിയത് പനമണ്ണ UP സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും. വിദ്യാർത്ഥികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തി റിപ്പോർട്ട് നൽകാൻ ജിയോളജി, റവന്യൂ വകുപ്പുകൾക്ക് സബ് കളക്ടറുടെ നിർദ്ദേശം. വാർത്തകൾ വിശദമായി. MDMA-യുമായി 2 പേർ പട്ടാമ്പി പോലീസിന്റെ പിടിയിൽ. കീഴായൂർ സ്വദേശി 23 വയസ്സുള്ള മുഹമ്മദ് ഷഹീൻ, പട്ടാമ്പി സ്വദേശി 23-കാരൻ ഷാഹുൽ ഹമീദ് എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം രാത്രി പട്ടാമ്പി പോലീസ് നടത്തിയ പട്രോളിംഗിനിടെ പട്ടാമ്പി മത്സ്യ മാർക്കറ്റിന്റെ സമീപത്തുള്ള ബൈപ്പാസ് റോഡിൽ നിന്നും പിടികൂടിയത്. ഇവരിൽ നിന്നും 2.5 ഗ്രാം MDMA പോലീസ് കണ്ടെടുത്തു. പ്രതികളെ വെള്ളിയാഴ്ച വൈകുന്നേരം കോടതിയിൽ ഹാജരാക്കും. പട്ടാമ്പി മത്സ്യ മാർക്കറ്റിന് സമീപത്തുള്ള ബൈപ്പാസ് റോഡിൽ ഞങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സാഹചര്യത്തിലുണ്ട് ചെറുപ്പക്കാരെ കാണുന്നത്. ഞങ്ങൾ ചെക്ക് ചെയ്ത സമയം അവരെ കയ്യിൽ നിന്ന് ഒരു 3.3 ഗ്രാം കവർ ഉൾപ്പെടുന്ന MDMA കണ്ടെത്തുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. നിലവിലെ ഇത്തരത്തിലുള്ള മാരക മയക്കുമരുന്നായിട്ടുള്ള MDMA ഉപയോഗിക്കുന്നതൊക്കെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. തൃശൂർ തളിക്കുളത്ത് മത്സ്യബന്ധനത്തിനിടെ തിരയിൽപ്പെട്ട മത്സ്യത്തൊഴിലാളിക്ക് ദാരുണാന്ത്യം. നമ്പിക്കടവിൽ താമസിക്കുന്ന 52 വയസ്സുള്ള സുനിൽകുമാറാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 6:40-ഓടെയായിരുന്നു അപകടം. വെള്ളിയാഴ്ച രാവിലെ 6:40-ഓടെയായിരുന്നു അപകടം. നമ്പിക്കടവ് ബീച്ചിൽ കടലിൽ കണ്ടാടി വല ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്നതിനിടയിൽ തിരയിൽപ്പെടുകയായിരുന്നു. മുങ്ങിത്താഴ്ന്ന സുനിലിനെ നാട്ടുകാർ കരയിൽ കയറ്റി വല്ലപ്പാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പൈങ്കുളം റെയിൽവേ ഗേറ്റിനു സമീപം റെയിൽവേ ട്രാക്കിൽ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തി. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ അത്തിക്കപ്പറമ്പ് സ്വദേശിനി 58 വയസ്സുള്ള മറിയക്കുട്ടിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെള്ളിയാഴ്ച പുലർച്ചെ 5:30-ക്ക് ശേഷം മറിയക്കുട്ടിയെ വീട്ടിൽ കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ തിരച്ചിൽ നടത്തി വരികയായിരുന്നു. ഇതിനിടെയാണ് പൈങ്കുളം റെയിൽവേ ഗേറ്റിനു സമീപം വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതായി നാട്ടുകാർ അറിയിച്ചത്. ചെറുതുരുത്തി പോലീസ് സംഭവസ്ഥലത്തെത്തി മൃതദേഹം മറിയക്കുട്ടിയുടേതാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. അത്തിക്കപ്പറമ്പ് ഓഞ്ഞനത്ത് വീട്ടിൽ കുഞ്ഞിമുഹമ്മദാണ് ഭർത്താവ്. ജബ്ബാർ, ഷിയാസ് എന്നിവർ മക്കളാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഒറ്റപ്പാലം വരോട് അനങ്ങൻമല പ്രദേശത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ ക്വാറിയുടെ പ്രവർത്തനം നിർത്തണമെന്നാവശ്യപ്പെട്ട് സബ് കളക്ടർക്ക് പരാതി നൽകി വിദ്യാർത്ഥികൾ. ക്വാറിയുടെ പ്രവർത്തനം നിർത്തണമെന്നാവശ്യപ്പെട്ട് പനമണ്ണ UP സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒപ്പിട്ട നിവേദനമാണ് സ്കൂൾ പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജിന് കൈമാറിയത്. സബ് കളക്ടറുടെ ചേംബറിലെത്തിയാണ് വിദ്യാർത്ഥികൾ നിവേദനം നൽകിയത്. അനങ്ങൻമലയുടെ താഴ്വാരത്താണ് പനമണ്ണ UP സ്കൂൾ പ്രവർത്തിക്കുന്നത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അനങ്ങൻമലയും ഉരുൾപൊട്ടലിന് വിധേയമാകുമോ എന്ന് ആശങ്കപ്പെടുന്നതായി വിദ്യാർത്ഥികൾ പറഞ്ഞു. സമാധാനമായി പഠിക്കാനും പഠിപ്പിക്കാനും സ്കൂളിലേക്ക് വിടുന്നതിനും വേണ്ട അന്തരീക്ഷം ഒരുക്കിത്തരണമെന്നും അടിയന്തരമായി അനങ്ങൻമലയോട് ചേർന്ന് നടക്കുന്ന ക്വാറിയുടെ പ്രവർത്തനം നിർത്തുന്നതിനാവശ്യമായ സത്വര നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് വിദ്യാർത്ഥികൾ നൽകിയ നിവേദനത്തിലുള്ളത്. വിദ്യാർത്ഥികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജിയോളജി, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സബ് കളക്ടർ നിർദ്ദേശം നൽകി. പരിസ്ഥിതി ക്ലബ് പ്രസിഡന്റ് KK ഫാത്തിമ ഹുദ, പ്രധാനാധ്യാപിക P ബീന, സ്കൂൾ മാനേജർ V ശ്രീഹരി, B ഹേമ, ഷീജ, ഐശ്വര്യ, മുഹമ്മദ് സ്വാലിഹ്, അബു താഹിർ, MPTA പ്രസിഡന്റ് ഫാത്തിമ സുഹറ, സുമയ്യ, ഹസീന എന്നിവരുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ നിവേദനം നൽകിയത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തൃശൂർ പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിൽ തീപിടുത്തം. ടയറുകൾ സൂക്ഷിക്കുന്ന കെട്ടിടത്തിന്റെ സീലിംഗിനാണ് തീപിടിച്ചത്. ചാലക്കുടി, പുതുക്കാട്, തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നുമെത്തിയ ഫയർഫോഴ്സ് യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് തീയണച്ചത്. വെള്ളിയാഴ്ച രാവിലെ 8:40-ഓടെയായിരുന്നു സംഭവം. തീ കണ്ട ഉടൻ ജീവനക്കാർ തന്നെ തീ കെടുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതിനാൽ വൻ തീപിടുത്തം ഒഴിവായി.
തുടർന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. തീപിടുത്തത്തിൽ വലിയൊരു ഭാഗം സീലിംഗ് കത്തി നശിച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മഴ ഒഴിഞ്ഞിട്ടും ദുരിതാശ്വാസ ക്യാമ്പ് നിർത്തിയിട്ടും തൃശൂർ വടക്കാഞ്ചേരി ഇരട്ടക്കുളങ്ങരയിൽ 6 കുടുംബങ്ങൾ ഇപ്പോഴും ദുരിതത്തിലാണ്. വീടുകൾക്ക് പുറകിലേക്ക് മലയിടിഞ്ഞ് മണ്ണ് വന്ന് നിറഞ്ഞതോടെയാണ് വീടുകളിൽ അന്തിയുറങ്ങാനാകാതെ ഇവർ ദുരിതത്തിലായത്. ജൂലൈ 30-നാണ് ഇരട്ടക്കുളങ്ങര ആയുർവേദ ആശുപത്രിക്ക് സമീപമുള്ള 4 വീടുകളുടെ പുറകിലേക്ക് വീടിന്റെ അത്ര തന്നെ ഉയരത്തിൽ മലയിടിഞ്ഞ് വീണത്. അബ്ദുൾ റഹ്മാൻ, മണികണ്ഠൻ, ലത്തീഫ്, മുഹമ്മദ് നിസാം എന്നിവരുടെ കുടുംബങ്ങളാണ് മണ്ണിടിച്ചിൽ മൂലം തലചായ്ക്കാൻ ഇടമില്ലാതെ പെരുവഴിയിലായത്. 4 വീടുകളുടെ പിറകിലേക്ക് മാത്രമാണ് മണ്ണിടിഞ്ഞ് വീണത്. എങ്കിലും തൊട്ടടുത്ത 2 വീടുകളും സുരക്ഷാ ഭീഷണി നേരിടുന്നതിനാൽ വാസയോഗ്യമല്ല. മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി തുടരുന്നുണ്ടെങ്കിലും പല വീടുകളുടെയും പുറകുഭാഗം ശക്തിയായി വന്ന കല്ല് മണ്ണുമിടിച്ച് ഭാഗികമായി തകർന്ന അവസ്ഥയിലാണ്. മണ്ണ് പൂർണ്ണമായും നീക്കിയാലും വീടുകളുടെ അറ്റകുറ്റപ്പണികൾ തീർത്ത് മണ്ണിടിച്ചിൽ സാധ്യതയില്ലെന്ന് ഉറപ്പുവരുത്തിയാലേ ഇനി ഇവർക്ക് ഇവിടെ താമസിക്കാനാകൂ. വടക്കാഞ്ചേരി സ്കൂളിൽ നടന്നു വന്നിരുന്ന ദുരിതാശ്വാസ ക്യാമ്പ് നിർത്തിയതോടെ അക്ഷരാർത്ഥത്തിൽ വഴിയാധാരമായിരിക്കുകയാണ് ഈ കുടുംബങ്ങൾ. പലരും ഇപ്പോൾ വടക്കാഞ്ചേരിയിലെ ട്യൂട്ടോറിയൽ കോളേജിലാണ് അന്തിയുറങ്ങുന്നത്. മണ്ണ് മാറ്റി മണ്ണിടിച്ചിൽ ഭീഷണി ഒഴിഞ്ഞ് തങ്ങളുടെ കൊച്ചു സ്വർഗങ്ങളിലേക്ക് മടങ്ങാനാകുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ഈ കുടുംബങ്ങൾ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ ദിനാചരണവും കോൺഗ്രസ് നേതാവായിരുന്ന ബാലഗോപാലൻ മാസ്റ്റർ അനുസ്മരണവും സംഘടിപ്പിച്ചു. DCC സെക്രട്ടറി TY ഷിഹാബുദ്ദീൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. വെള്ളിയാഴ്ച രാവിലെ കുളപ്പുള്ളിയിലെ ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ ബാലഗോപാലൻ മാസ്റ്ററുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും നടത്തി. ഈ രാജ്യത്തെ ഭിന്നിപ്പിച്ച് ഭരിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ച ബ്രിട്ടീഷുകാരെ എല്ലാവിധ സർവശക്തിയും സർവ്വ ഐക്യത്തോടുകൂടിയുള്ള പോരാട്ടത്തോടുകൂടി ഈ രാജ്യത്ത് നിന്ന് നമ്മൾ ഓടിച്ചു വെച്ചു. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ന് അതേ ഭിന്നിപ്പിൻ്റെ ആശയങ്ങളുമായി കൊണ്ട് നടക്കുന്ന ആളുകളാണ് ഈ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്നത് എന്നുള്ളത് വലിയ വിരോധാഭാസമാണ്. തീർച്ചയായും ആ ഭിന്നിപ്പിൻ്റെ ആശയങ്ങൾക്കെതിരായ പോരാട്ടങ്ങൾക്ക് വലിയ പിന്തുണ ഇന്ത്യയുടെ ജനത ഈ രാജ്യത്തിൻ്റെ ഐക്യത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ചൂഷണം ചെയ്യുന്നവരുടെ കപടമുഖങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയ സൂചനയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ, ബ്ലോക്ക് പ്രസിഡന്റ് TK ബഷീർ, അനിൽകുമാർ, PA വാസുദേവൻ, അനിൽ കാറാത്ത്, PM മുരളീധരൻ, വിൻസെന്റ്, T സീന, PR പ്രവീൺ, E കൃഷ്ണൻകുട്ടി, ഉദയൻ, VG ശ്രീനിവാസൻ, PC രാമൻകുട്ടി, രവീന്ദ്രൻ അമ്മാത്ത്, രഘു വള്ളോത്ത്, ഹരി ഷൊർണൂർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. യൂത്ത് കോൺഗ്രസ് കാരക്കാട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനവും ക്വിറ്റ് ഇന്ത്യ ദിനാചരണവും നടന്നു. ജില്ലാ സെക്രട്ടറി T സീന പതാക ഉയർത്തി. വെള്ളിയാഴ്ച രാവിലെ കാരക്കാട് കമ്പനിപ്പടിയിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിൽ വയനാട് ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് അനുശോചനം രേഖപ്പെടുത്തി. മുൻകാല കോൺഗ്രസ് നേതാവായിരുന്ന ബാലഗോപാലൻ മാസ്റ്ററെയും അനുസ്മരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം TR സുജിത് കുമാർ, യൂത്ത് കോൺഗ്രസ് ഷൊർണൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് രാജിമോൾ, ബൂത്ത് പ്രസിഡന്റ് ജയപ്രകാശ്, രാജൻ, കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ പ്രോത്സാഹനം ലക്ഷ്യമിട്ടുള്ള ക്യാമ്പയിന് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൽ തുടക്കമായി. PMFME സ്കീം ക്യാമ്പയിന്റെയും ലോൺ മേളയുടെയും ഉദ്ഘാടനം പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ നിർവഹിച്ചു. പ്രധാനമന്ത്രി ഭക്ഷ്യ സംസ്കരണ വ്യവസായ ഉന്നമന പദ്ധതിയായ PMFMEയുടെ ഭാഗമായാണ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്.
സംരംഭകർക്ക് ലോൺ മേളയും ഒരുക്കിയിരുന്നു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ബ്ലോക്ക് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ഒരു സംരംഭം തുടങ്ങുമ്പോൾ അത് എങ്ങനെ തുടങ്ങണമെന്നും അല്ലെങ്കിൽ അതിനുവേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാത്തത് കൊണ്ടും അറിവില്ലായ്മ കൊണ്ടാണ് ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള സംരംഭങ്ങളിലേക്ക് മുന്നോട്ട് വരാതിരിക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും ഒക്കെ നിരവധി ഫണ്ടുകൾ സംരംഭം തുടങ്ങാൻ വേണ്ടി നമുക്ക് ഓരോരോ തദ്ദേശ സ്ഥാപനങ്ങൾക്കൊക്കെ തരുന്നുണ്ട്. പക്ഷേ അത് ശരിയായ രൂപത്തിൽ വിനിയോഗിച്ചുകൊണ്ട് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഇന്ന് മാതൃകയായി. ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PO ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. കൊപ്പം ഗ്രാമപഞ്ചായത്ത് മെമ്പർ അഭിലാഷ്, വ്യവസായ വികസന ഓഫീസർ VS സുഹേൽ, കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ ധനലക്ഷ്മി, കനറ ബാങ്ക് മാനേജർ കൗസല്യദേവി എന്നിവർ സംസാരിച്ചു. വിവിധ സെക്ഷനുകളായി A ബൈജു, ഡോക്ടർ നന്ദകിഷോർ, B ശശീന്ദ്രൻ എന്നിവർ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. വയനാടിനായി കൈകോർത്ത് കുളപ്പുള്ളിയിൽ പ്രവർത്തിക്കുന്ന മെഗാ ടൂറിസ്റ്റ് ഹോമം. വയനാട്ടിലെ ദുരന്തഭൂമിയിലകപ്പെട്ടവരുടെ പുനരുജ്ജീവനത്തിനായി സ്ഥാപനമുടമ വല്ലപ്പുഴ കുറുവട്ടൂർ നെടിയോടത്ത് ബഷീറും ബഷീറിന്റെ മകൻ മുഹമ്മദ് മെഖർഷാദും ചേർന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1.5 ലക്ഷം രൂപ കൈമാറി. വ്യാഴാഴ്ച രാവിലെ ജില്ലാ കളക്ടറുടെ ഓഫീസിൽ നേരിട്ടെത്തിയാണ് ബഷീർ 50,000 രൂപയുടെ ചെക്കും ബഷീറിന്റെ മകൻ മുഹമ്മദ് മെഖർഷാദ് ഔറയ്ക്ക് പോകാനായി സ്വരൂപിച്ച തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കായി ജില്ലാ കളക്ടർ ഡോക്ടർ ചിത്രയ്ക്ക് കൈമാറിയത്. വയനാടിന്റെ പുനരുജ്ജീവനത്തിനായി എല്ലാ മനുഷ്യരും കൈകോർക്കണമെന്ന് ബഷീർ പറഞ്ഞു. എൻ്റെ മെഗാ ടൂറിസ്റ്റ് ഹോമിൻ്റെ വകയായി വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്ന പാവങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ലളിതമായ ഒരു 50,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്താൽ അത് ഫലപ്രദമായി മുഖ്യമന്ത്രി അത് കൊടുക്കുന്നുള്ള എല്ലാവിധ വിശ്വാസം ഉള്ളതുകൊണ്ട് എൻ്റെ മോനും അതേപോലെ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പാലക്കാട് ജില്ലാ കളക്ടർ വഴി ഞങ്ങൾ കൈമാറി. ന്യൂസ് ബ്യൂറോ ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. 2.5 ഗ്രാം MDMAയുമായി 2 പേർ പട്ടാമ്പി പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് കീഴായൂർ സ്വദേശി 23 വയസ്സുള്ള മുഹമ്മദ് ഷഹീൻ, പട്ടാമ്പി സ്വദേശി 23-കാരൻ ഷാഹുൽ ഹമീദ് എന്നിവർ. പ്രതികൾ പിടിയിലാകുന്നത് കഴിഞ്ഞ ദിവസം പട്ടാമ്പി പോലീസ് നടത്തിയ പട്രോളിംഗിനിടെ. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. തൃശൂർ തളിക്കുളത്ത് മത്സ്യബന്ധനത്തിനിടെ തിരയിൽപ്പെട്ട മത്സ്യത്തൊഴിലാളിക്ക് ദാരുണാന്ത്യം. മരിച്ചത് നമ്പിക്കടവിൽ താമസിക്കുന്ന 52 വയസ്സുള്ള സുനിൽകുമാർ. പൈങ്കുളം റെയിൽവേ ഗേറ്റിനു സമീപം റെയിൽവേ ട്രാക്കിൽ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് വള്ളത്തോൾ നഗർ അത്തിക്കപ്പറമ്പ് സ്വദേശി കുഞ്ഞി മുഹമ്മദിന്റെ ഭാര്യ മറിയക്കുട്ടി. തൃശൂർ പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിൽ തീപിടുത്തം. അപകടം നടന്നത് വെള്ളിയാഴ്ച രാവിലെ 8:40ഓടെ. ചാലക്കുടി, പുതുക്കാട്, തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഒറ്റപ്പാലം അനങ്ങൻമലയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ഒറ്റപ്പാലം സബ് കളക്ടർക്ക് പരാതി നൽകി വിദ്യാർത്ഥികൾ. പരാതി നൽകിയത് പനമണ്ണ UP സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും. വിദ്യാർത്ഥികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തി റിപ്പോർട്ട് നൽകാൻ ജിയോളജി, റവന്യൂ വകുപ്പുകൾക്ക് സബ് കളക്ടറുടെ നിർദ്ദേശം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.